നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തന്റെ ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്നിലുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ താൻ എപ്പോഴും തോറ്റു എന്ന് തോന്നുന്ന സമയത്ത് പോലും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് സംഗീത. എന്നിട്ടും ജീവിതത്തിൽ ഇനി ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പോലും അറിയുന്ന സമയത്ത് തൻ്റെ എല്ലാ പോരായ്മകളും കണ്ടറിഞ്ഞ് തൻ്റെ ഒപ്പമുണ്ടായിരുന്ന സംഗീതയെ മറക്കാൻ വിജയ്ക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ ആ ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ വിജയ്ക്കെതിരെയും തൃഷയ്ക്കെതിരെയും ഹെയ്റ്റ് കമന്റുകളായിട്ട് വരുന്നതും. അത്തരം കമന്റുകളും അത്തരം വിമർശനങ്ങളും ഒക്കെ ശക്തമാകുമ്പോഴിപ്പോഴിതാ തൻ്റെ ജീവിതത്തിൽ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും കണ്ട് കൂടെ ഉണ്ടായിരുന്ന സംഗീത ഇനിയും ഉണ്ടാകും എന്ന തരത്തിൽ ചില സൂചനകൾ പുറത്തേക്ക് വരുന്നു. അതായത് അഭ്യൂഹങ്ങൾ മാറുന്നു. ഈ പറയുന്ന തൃഷ വിജയ് അവിഹിതം അല്ലെങ്കിൽ മറ്റൊരു ജീവിതം അതൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും സംഗീതയും വിജയും ഒന്നിക്കുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ തമിഴ് മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. വിജയുടെ അമ്മയുടെ മധ്യസ്ഥതയിൽ മക്കൾക്ക് വേണ്ടി വിജയും സംഗീതയും വീണ്ടും ഒന്നിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മക്കൾക്ക് വേണ്ടി ഇനി അച്ഛനും അമ്മയും ഇത്തരത്തിൽ വേർപിരിഞ്ഞ് അല്ലെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ പോകുകയാണെങ്കിൽ അത് അവർക്ക് ദോഷം ചെയ്യുമെന്നുള്ള രീതിയിലുള്ള സംസാരം, അമ്മായിയമ്മയുടെ ഇടപെടൽ, അത് മുഖാന്തരം ഇപ്പോൾ വിജയ്ക്ക് വീണ്ടും ഒരു പുതിയ ജീവിതം അല്ലെങ്കിൽ സംഗീതയും വിജയും ചേർന്ന് മുന്നോട്ട് വീണ്ടും ജീവിക്കാൻ തുടങ്ങുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇത് കേട്ട പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷമാണ്. കേട്ട വാർത്ത സത്യമെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിരവധി ആളുകളാണ് കമന്റുമായി എത്തുന്നത്. സമീപകാലത്ത് തമിഴ് സിനിമാ മേഖലയിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഏറെ ചർച്ചയായി മാറിയിരുന്ന ഒരു കാര്യമാണ് നടനും മുഖ്യമന്ത്രിയുമായ വിജയും ഭാര്യ സംഗീതയും വേർപിരിയാൻ പോകുന്നു എന്നുള്ള വാർത്തയും അതോടൊപ്പം തന്നെ വിജയ് തൃഷയുമായിട്ട് പ്രണയത്തിലാണ് എന്നുള്ള വാർത്തയും. ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്കെല്ലാം ഒടുവിലാണ് സംഗീത കോടതിയിൽ ഡിവോഴ്സ് നോട്ട് ഫയൽ ചെയ്യുന്നതും അത്തരം വാർത്തകൾക്ക് യാഥാർത്ഥ്യമാണ് എന്ന തരത്തിലൊരു സ്ഥിരീകരണം നൽകുന്നതും. വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു അന്ന് സംഗീത പരാതി നൽകിയത്. ഈ മറ്റൊരു നടി എന്ന് ഉദ്ദേശിക്കുന്നത് തൃഷയാണ് എന്ന തരത്തിൽ പിന്നീട് ഊഹാപോഹങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലേറിയത്. അപ്പോഴാണ് സംഗീതയെ മാറ്റി നിർത്തിക്കൊണ്ട് വിജയുടെ കുടുംബം തൃഷയെ അംഗീകരിച്ചു എന്ന് തോന്നിക്കുന്ന തരത്തിൽ ചില സംഭവങ്ങൾ അന്ന് മുഖ്യമന്ത്രി കസേര ഏറ്റെടുക്കുന്ന സത്യപ്രതിജ്ഞാ വേദിയിൽ നമ്മൾ കണ്ടത്. തൃഷയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന വിജയുടെ ബന്ധുക്കൾ. ഇതോടുകൂടെ വിജയെ തന്റെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണോ വിജയുടെ കുടുംബം എന്നുള്ള ഒരു സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആരാധകർക്കിടയിൽ ഉണ്ടായി. എന്നാൽ അത് വിജയുടെ ഒരു സുഹൃത്തിനോട് കാണിച്ച അടുപ്പമാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വിജയുടെ മക്കൾക്ക് വിജയുടെ ഭാര്യയായിട്ട് വേണ്ടുന്നത് സംഗീത തന്നെ എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമാണ് ആ അമ്മയ്ക്കുള്ളത് എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സംഗീതയെ വിജയോടൊപ്പം വീണ്ടും കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അമ്മ. സംഗീതയും വിജയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ തമിഴ്നാട് നിറഞ്ഞിരിക്കുന്നു. മക്കൾക്ക് വേണ്ടി വിജയുടെ അമ്മയായിട്ടുള്ള ശോഭ സംഗീതയുമായി സംസാരിച്ചുവെന്നും കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി എന്നുമാണ് ഇവരെ സംബന്ധിച്ചുള്ള ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. വിജയുടെ പിറന്നാൾ ദിവസമായിട്ടുള്ള ജൂൺ 22 സംഗീതയ്ക്കൊപ്പമുള്ള ഫോട്ടോകളും പ്രത്യക്ഷപ്പെടും എന്നാണ് ഇതോടുകൂടെ ചില പ്രചാരണങ്ങൾ പുറത്തേക്ക് വരുന്നത്. കുടുംബാംഗങ്ങൾ ഇരുവരെയും അനുരഞ്ജിപ്പിച്ചതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ വാർത്തകളെല്ലാം തന്നെ ഊഹാപോഹങ്ങൾ എന്ന തരത്തിലായതുകൊണ്ട് തന്നെ ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരണമെങ്കിൽ അവർ തന്നെ വ്യക്തമാക്കണം എന്നുള്ളത് കൂടെയുണ്ട്. എന്തായാലും ഇതിനിടെ നടി തൃഷ വിവാഹിതയാകുന്ന സാഹചര്യമാണ് എന്ന തരത്തിലും ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഒരു പരിപാടിക്കിടെ തൃഷ എത്തിയപ്പോൾ കഴുത്തിൽ ഒരു താലിമാലയും കയ്യിൽ എൻഗേജ്മെന്റ് മോതിരവും ഉണ്ടായിരുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലൊരു കാര്യങ്ങൾ പറയാനുള്ള പ്രധാന കാരണമായിട്ട് മാറുന്നത്. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് എന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. തൃഷ ധരിച്ചിരിക്കുന്നത് താലി അല്ല എന്നും അത്തരത്തിലുള്ള ഒരു ലോക്കറ്റ് മാത്രമാണ് എന്നും ആരാധകർ വ്യക്തമാക്കുന്നു. എന്തായാലും ഈ അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ വിജയ് തൃഷ ബന്ധം മാറ്റി നിർത്തിക്കൊണ്ട് വിജയ് വീണ്ടും തന്റെ ഭാര്യയെ ജീവിതത്തിൽ പങ്കാളിയെ കൂടെ കൊണ്ടുപോകാൻ പോകുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ തമിഴ് റിപ്പോർട്ട് ചെയ്യുന്നത്.
പറയുന്നത്. വിജയ് ചിത്രമായിട്ടുള്ള ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഒന്നും തന്നെ വരാതിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വിജയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരിക്കുന്നത് എന്നത് ആരാധകർക്ക് കുറച്ചെങ്കിലും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതേസമയം സംഗീതയുടെ ബന്ധു നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. അതായത് ഇവർക്കിടയിൽ എന്തായിരുന്നു പ്രശ്നം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചില കാര്യങ്ങളാണ് അത്തരത്തിൽ പ്രചരിക്കുന്നത്. വിജയാണ് വിവാഹമോചനത്തിന് ഹർജി ഫയൽ ചെയ്യാൻ സംഗീതയെ ആദ്യം നിർബന്ധിച്ചത് എന്നാണ് ആ ഒരു ബന്ധു എന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ വെളിപ്പെടുത്തൽ. വിജയും നടി തൃഷ കൃഷ്ണയും തമ്മിലുള്ള വിവാഹേതര ബന്ധം സിനിമാ ലോകത്ത് വലിയ ചർച്ചകളാണ് എന്നും സംഗീതയാണ് നിയമപരമായിട്ട് വിജയുടെ ഭാര്യ എന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. 2 മക്കളും ഇവർക്കുണ്ട്. വിജയ്ക്ക് ഒരു നടിയുമായി ബന്ധമുണ്ടെന്ന് സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്നുണ്ടായിരുന്നു. ഈ നടി തൃഷയാണെന്നുള്ള ഗോസിപ്പുകൾ നിലനിൽക്കെയാണ് ബന്ധുവിന്റെ പ്രതികരണം. ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഡിവോഴ്സ് പെറ്റീഷൻ പുറത്തു വന്ന ശേഷം തൃഷയെയും വിജയെയും പലപ്പോഴും ഒന്നിലേറെ തവണ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ബന്ധം ഇവർ പരസ്യമാക്കി എന്ന തരത്തിലായിരുന്നു ഇതോടുകൂടെ ഇത്തരം ഒന്നിച്ചുള്ള സന്ദർഭങ്ങളെ സോഷ്യൽ മീഡിയ വിലയിരുത്തിയത്. വിജയ് തൃഷ ജോഡി ആഘോഷിച്ച ആരാധകർക്ക് പോലും ഈ ബന്ധത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടായിരുന്നു. സംഗീത നേരിടുന്ന അനീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ഇതിനൊപ്പം തന്നെ ഉയർന്ന് പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. എന്തായാലും വിജയ്ക്കൊപ്പം 2 പതിറ്റാണ്ടിലേറെ ജീവിച്ച ഭാര്യയാണ് സംഗീത. 2 മക്കളെ വളർത്തി വലുതാക്കി വിജയ് സിനിമ തിരക്കുകളിലായതിനു കൊണ്ട് തന്നെ മക്കൾ 2 പേരുടെയും എല്ലാ കാര്യങ്ങളും നോക്കിയ ഒരാളായിരുന്നു സംഗീത. ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച സംഗീതയ്ക്ക് അവസാനം നൽകിയത് വേദനയും അപമാനവുമാണ് എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ സംസാരിക്കപ്പെട്ടിരുന്നു. ഡിവോഴ്സ് നേടുന്നതിന് മുൻപേ തന്നെ വിജയ് ബന്ധം പരസ്യമാക്കി രംഗത്ത് വന്നത് സംഗീതയ്ക്ക് ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദത്തിലൊന്നാണ് എന്നാണ് ഇതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇനി സംഗീതയ്ക്ക് മുന്നിലുള്ള ജീവിതം എന്തെന്നുള്ള ചോദ്യങ്ങളും ഇതോടുകൂടെ ആരാധകരിൽ പലരും ചോദിച്ചിരുന്നു. ഇതിനിടെ സംഗീതയുടെ ബന്ധു നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ നടന്ന ചർച്ചകൾ വീണ്ടും ആളിക്കത്തി. വിജയാണ് വിവാഹമോചനത്തിന് ഫയൽ ഹർജി ചെയ്യാൻ സംഗീതയെ നിർബന്ധിതയാക്കിയതെന്നായിരുന്നു അയാൾ പറഞ്ഞ പ്രതികരണത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ഡിവോഴ്സ് നടപടികളിലേക്ക് സംഗീത നിർബന്ധിതയാക്കപ്പെടുകയായിരുന്നു. ഡിവോഴ്സ് ആവശ്യപ്പെടുകയും ഡിവോഴ്സിന് കേസ് ഫയൽ ചെയ്തതിൽ കുറ്റപ്പെടുത്തലുകൾ നടക്കുകയും ചെയ്തു. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. വളരെ നല്ല കുട്ടികൾ, വിനീതമായിട്ടുള്ള പെരുമാറ്റം. സംഗീത ഒരു നല്ല അമ്മയും ഭാര്യയുമായിരുന്നു എന്നത് തെളിയിച്ചു. കർമ്മ എപ്പോഴും തിരിച്ചു വരും എന്നാണ് സംഗീതയുടെ ബന്ധു എന്ന് പറയുന്ന ഇയാൾ പറയുന്നത്. പല അഭിപ്രായങ്ങളെയാണ് ഇയാളുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റുകളായിട്ട് നിറയുന്നത്. 4 വർഷം മുമ്പേ ഒത്തുതീർപ്പായ വിഷയമാണ് ഇതെന്നും ഇപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ വന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നുമാണ് വിജയുടെ പിതാവ് SA ചന്ദ്രശേഖർ ഇതിനുശേഷം പ്രതികരിച്ചിരുന്നത്. പൂർണ്ണമായും വിജയെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. മരുമകളുടെ വേദന SA ചന്ദ്രശേഖർ കണ്ടില്ലെന്ന് നടിച്ചെന്ന് നെറ്റിസൺസ് വിമർശിച്ചിരുന്നുവെങ്കിലും അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യത്തിൽ അവർക്കൊരു നിലപാടുണ്ടായിരുന്നു. വിജയ് സംഗീത വിവാഹത്തിന് പ്രധാന കാരണം SA ചന്ദ്രശേഖർ ആയിരുന്നു. സംഗീതയെ വിവാഹം ചെയ്യാൻ വിജയ്ക്ക് നിർദ്ദേശം നൽകിയതടക്കം അയാളായിരുന്നു. UK-യിലെ ധനിക കുടുംബത്തിലാണ് സംഗീത ജനിക്കുന്നത്. മകന്റെ ജീവിതത്തിൽ അക്കാലത്ത് വലിയ സ്വാധീനം SA ചന്ദ്രശേഖരനായിരുന്നു. പിന്നീട് വിജയ് താരമായി വളർന്നു. പിതാവിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള വിജയുടെ താരമൂല്യം കുതിച്ചുയർന്ന സാഹചര്യത്തിലൊക്കെയായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ സംഭവിക്കാൻ തുടങ്ങിയത് എന്ന തരത്തിലൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്തായാലും വിജയുടെ ഇത്തരം ഒരു വാർത്തകൾ നിരന്തരമായിട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അഭ്യൂഹങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ വീണ്ടും ഒന്നിക്കുന്നു എന്ന തരത്തിലൊരു സന്തോഷമായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. വിജയും വിജയുടെ ഭാര്യയായിരുന്ന സംഗീതയും തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രേക്ഷകരൊക്കെ സന്തോഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവിടെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകാൻ പോകുന്നത് ആ 2 മക്കൾക്കായിരിക്കും. അതായത് ഇവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ദമ്പതികൾക്കിടയിലുള്ള 2 മക്കൾ ഇപ്പോൾ വലിയ ധർമ്മസങ്കടത്തിലൂടെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും കടന്നു പോയത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ടും എന്ത് വേണമെങ്കിലും വെളിപ്പുറത്ത് കിട്ടുമായിരുന്നിട്ടും അവർക്ക് അവരുടെ ജീവിതം ആസ്വദിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയായിരുന്നു ആ 2 കുട്ടികളും കടന്നുപോയത്. അച്ഛനും അമ്മയും വേർപിരിയുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഓരോ ദിവസവും അച്ഛനെയും അമ്മയെയും കുറിച്ച് വരുന്ന ഓരോ വാർത്തകൾ
അല്ലെങ്കിൽ ഇത്തരം അച്ഛൻ്റെ പേരും മറ്റൊരു സ്ത്രീയുടെ പേരുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾ, അവരൊരുമിച്ചുള്ള ചിത്രങ്ങൾ, അങ്ങനെയൊക്കെ കാണേണ്ടി വരുന്ന ആ ഒരു മക്കളുടെ മാനസികാവസ്ഥ, സ്വന്തം അമ്മയുടെ കണ്ണുനീര് പുറത്ത് വീഴാതിരിക്കാൻ, നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി അച്ഛനെ ഉപേക്ഷിക്കേണ്ടി വരുന്ന മക്കളുടെ മാനസിക സമ്മർദ്ദം, അതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് ആ 2 മക്കളെ സംബന്ധിച്ചും ഉണ്ടായിരുന്നത്. പക്ഷേ അതേ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഇവർ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിജയ്ക്ക് സംഗീതയെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും വിജയുടെ മക്കളെ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുപിരിയാൻ പറ്റില്ല എന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. വെള്ളിയാഴ്ചയിലാണ് വിജയുടെ മകൾ ജനിക്കുന്നത്. വെള്ളിയാഴ്ചയിൽ ഒരു പെൺകുട്ടിയൊക്കെ ജനിക്കുക എന്ന് പറയുന്നത് അത് അത്രമാത്രം ഭാഗ്യം കൊണ്ടുള്ള ഒരു ജനനമായിരിക്കും എന്നൊക്കെ പൊതുവെ തമിഴ്നാട്ടിലൊരു വിശ്വാസമുണ്ട്. അത്തരം വിശ്വാസം കൂടെ കൂടിച്ചേർത്തുകൊണ്ട് വിജയ് തൻ്റെ മകളെക്കുറിച്ച് പറയുമ്പോൾ 100 കാര്യങ്ങൾ പറയുന്നത്, അത്രമാത്രം ആവേശത്തോടെ പറയുന്ന കാര്യങ്ങളൊക്കെ പലരും സംസാരിച്ചിരുന്നു. മകന്റെ കാര്യമാണെങ്കിലും വിജയ്ക്ക് തന്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജീവനായിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അത്രമാത്രം സ്നേഹമുണ്ടായിട്ടും ഇത്ര വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതങ്ങനെയല്ല എന്നൊരൊറ്റ വാക്ക് പറയാൻ പോലും വിജയോ തൃഷയോ സംഗീതയോ തയ്യാറാകാത്തത് ഈ 2 മക്കളെയും ഒരുപാട് വേദനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരം വേദനപ്പെടുത്തലുകൾക്ക് ശേഷം ഇപ്പോൾ ഒരു തുള്ളി മധുരം എന്ന തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നു. വിജയും അതുപോലെ തന്നെ വിജയുടെ ഭാര്യയായിട്ടുള്ള സംഗീതയും വീണ്ടും ഒന്നിക്കുന്നു എന്ന തരത്തിൽ. അതിന് വിജയുടെ അമ്മ തന്നെ മുൻകൈ എടുത്തു നിന്നു എന്ന തരത്തിലാണ് ആ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്.